അമ്പലം എന്താ ആദ്യമായിട്ടാണ് ഇവിടെയാണ് പൂട്ടുന്നത്? നിങ്ങൾ എന്താ ഈ പറയണ അൻസാരി? എത്ര അമ്പലങ്ങൾ ഇന്ത്യയിൽ ഇവിടെ അമ്പലം പൊട്ടിച്ചെന്ന് പറഞ്ഞ് ആരിഫ് ഒന്ന് പറയാവോ? എത്ര അമ്പലം SDPI പൊട്ടിച്ചെന്ന്? SDPI പൊട്ടിച്ചല്ലേ, ലോകത്ത് എത്ര, ഇന്ത്യയിൽ എത്ര അമ്പലങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തകർക്കേണ്ടി വന്നിട്ടുണ്ട് ഈ റോഡ്. ബാബരി മസ്ജിദ് പൊളിച്ചതും SDPI ആയിരിക്കും, അമ്പലം പൊളിച്ചതും SDPI ആയിരിക്കുമെന്നോ? അങ്ങനെയാണോ ആരിഫ് പറയുന്നത്? ബാബരി മസ്ജിദ് പണിതതും ആരാണ്? SDPI ആണോ? ഏതാ ബാബരി മസ്ജിദ് ആരാ, എവിടെ, എന്ത് പൊളിച്ചിട്ടാ പണിതത്? അതും കൂടി പറയും. അതെന്താ പറയാത്ത? ബാബരി മസ്ജിദിന്റെ ചരിത്രം അറിയോ ആരിഫിന്? ആരിഫ് ഈ കുറച്ച് RSSന്റെ പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ ശരി അൻസാരി, ഇതിനകത്ത് പ്രജേഷ് പറഞ്ഞതിൽ ചില കൃത്യമല്ല, പ്രജേഷ് പറഞ്ഞതിൽ ചില ചർച്ച ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രീ അൻസാരി, അൻസാരി വ്യക്തിപരമായിട്ടുള്ളതിലേക്ക് പോകേണ്ട അല്ല അൻസാരി, അൻസാരി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ട. പ്രജേഷ് പറഞ്ഞതിനുള്ള മറുപടി പറയൂ. അൻസാരിയും ആരിഫും തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ട. പ്രജേഷ് പറഞ്ഞതിന് പറഞ്ഞതിനുള്ള മറുപടി അല്ല, രാഷ്ട്രീയക്കാരെ മാത്രം പോരല്ലോ ചർച്ചയ്ക്ക് അൻസാരി. അതേപോലെ അങ്ങനെ പറയരുത്. പ്രജേഷ് രാഷ്ട്രീയക്കാരനല്ല. പ്രജേഷ് പറഞ്ഞതിന് പക്ഷെ മറുപടി പറയണം താങ്കൾ. പ്രജേഷ് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു സംവിധാനത്തിന്റെ, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് പറയുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് അത് പറയാൻ റൈറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, തീർത്തും ഒരു സമൂഹത്തെ വളരെ മോശമായി പറയുന്ന, ഒരു സമൂഹത്തോട് ബാധ്യതയില്ലാത്ത RSSന്റെ പക്കൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരാളെ ഒരു സാമൂഹിക അർഹിക്കുന്നില്ല. ആരും ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു സാമൂഹിക പ്രവർത്തകരല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരെണ്ണം സ്ഥാപിച്ചാൽ അൻസാരി, ഞാനിത് ഇവിടെ വാക്ക് പറയാണ്, ഞാൻ ഈ പണി നിർത്തും. ഞാൻ പറഞ്ഞതിൽ ഒരു കള്ളം നിങ്ങൾ തെളിയിക്ക്. നിങ്ങൾ ആണാണെന്നുണ്ടെങ്കിൽ തെളിയിക്ക്. ആരിഫ് പറയുന്ന 100 വട്ടം കള്ളങ്ങൾ വേണമെങ്കിൽ തെളിയിക്കാം. ആരിഫിനെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക. ആരിഫ് കള്ളം പ്രചരിപ്പിക്കുന്നതിന്റെ ഏറ്റവും ഈ കേരളത്തിൽ ഇത്രയും നിങ്ങൾ ഇവിടെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന SDPI സങ്കേതം ഉണ്ടെങ്കിൽ ആ രാമസിംഹന്റെ പോലെ അദ്ദേഹം, ഞാൻ പറയും അദ്ദേഹം ആണാന്ന്. കാര്യം അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹം രാമസിംഹൻ പേര് വിട്ട് അദ്ദേഹം പോയി. അൻസാരി ഇങ്ങനെ വ്യക്തിപരമായിട്ട് പോകേണ്ട. ഞാൻ പ്രജേഷ് പറഞ്ഞതിനുള്ള മറുപടി താങ്കൾക്ക് പറയാമല്ലോ. മഞ്ജുഷ, ഞാൻ പറഞ്ഞില്ല, ആരിഫിന്റെ വർത്താനം എന്ന് പറയുന്നത് വെറും വൽഗറായ വർത്താനാണ്. അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത കൊടുക്കാൻ നമുക്ക് മനസ്സിനൊരുക്കാത്ത ഇത്രയും കള്ളം പറയുന്ന ഒരാളാണ് ആരിഫ്. ശരി അൻസാരി, പ്രജേഷ് പറഞ്ഞതിന് മറുപടി പറയാമല്ലോ താങ്കൾക്ക്. പ്രജേഷ് പറഞ്ഞതിന് മറുപടി പറയാമല്ലോ അൻസാരി, താങ്കൾക്ക് പ്രജേഷ് പറഞ്ഞതിന് മറുപടി പറയാമല്ലോ. ഓക്കെ, അത് നമ്മൾ പറയുന്നത്. ഞാൻ പറയട്ടെ, SDPI സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പോലെ പറയുന്നു, ഏതെങ്കിലും ഒരു അമ്പലം പിന്നെ അമ്പലത്തിനെതിരായ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസിയുടെ മനസ്സിന് വ്രണപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും പ്രസ്താവനകൾ പോലും, ഇനി അക്രമം പോട്ടെ, പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം RSSന്റെ പ്രചാരകരൊക്കെ ഒരുക്കുന്ന ഈ SDPI കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നതല്ലാതെ SDPI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ചെയ്തിട്ടില്ല. ഇതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുള്ളത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, 4000-ഓളം സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഏതാണ്ട് 250 സീറ്റിലധികം മത്സരിക്കുന്നത് മുസ്ലിങ്ങൾ അല്ലാത്തവർ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ SDPI എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇതില് 140 മണ്ഡലങ്ങളിലും ഇടം നേടുന്ന, അവിടെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നില്ലെങ്കിൽ ഒന്നോർത്തോക്ക്, ഈ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 102 സീറ്റ് വാങ്ങിയത്. ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ എടുക്കുക. അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി വിഷൻ 2047 നിങ്ങൾ എന്ത് പറഞ്ഞു? ആരിഫ് 147 പറഞ്ഞു, 247 പറഞ്ഞിരുന്നോ? 247 ആരിഫ് ചർച്ച ചെയ്തെടുത്തൊക്കെ തന്നെയും NIA കണ്ടെത്തലുണ്ടല്ലോ, ഡോക്യുമെന്റ്സ് സീസ് ചെയ്തിട്ടുള്ളതാണല്ലോ അൻസാരി, ഡോക്യുമെന്റ് സീസ് ചെയ്തിട്ടുള്ളതാണല്ലോ. പോപ്പുലർ ഫണ്ട് നിരോധിച്ചിട്ട് 3 വർഷമായി എന്ന് ആരിഫിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം പേര് മാറി ഇവിടെ നടക്കുന്നു എന്ന് ഇവിടുത്തെ അറിയുന്നില്ലേ? ഇപ്പോഴും ആരിഫ് 2047 പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും ബോധമില്ലാത്ത ഇല്ലെന്നാണോ പറയുന്നത്? ഇവിടെ ഈ അന്വേഷണ ഏജൻസികളൊക്കെ നുണ പറഞ്ഞാണെന്നാണ് അപ്പൊ നിങ്ങൾ പറയുന്നത്? അല്ല അൻസാരി, അങ്ങനെയാണെങ്കിൽ കൈവെട്ട് കേസും ഇല്ല എന്നുള്ളതാണോ? പ്രൊഫസറുടെ കൈവെട്ടിയ കേസും ഇല്ല എന്നുള്ളത് തന്നെയാണോ പറയുന്നത്? ED കുറിച്ചുള്ള ധാരണകൾ എന്താ? പൊതുസമൂഹത്തിന് എന്താ ഉള്ളത്? രാജ്യത്തെ പ്രതിപക്ഷത്തിന് ED കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? NIA കുറിച്ചുള്ള അത് RSSന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാലോ.
ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടു, ഈ പറയുന്ന ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ ഈ ജാമ്യം പോലും അവിടെ നിഷേധിച്ചിരിക്കുന്നത്. എന്താ നിങ്ങൾ ഓർക്കാത്തത്? അപ്പൊ ഇതൊക്കെ നുണയാണെന്നാണോ നിങ്ങൾ പറഞ്ഞത്? കോടതി, ഡൽഹി ഹൈക്കോടതിയിൽ എന്താ നുണ, അവിടെ അവര് നുണ പറഞ്ഞതെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് അവര് നോക്കിക്കോളും. ഞാൻ ശരി അൻസാരി, ഇവിടെ ഈ നെയ്യാറ്റിൻകരയിലെ വിഷയത്തിൽ ആ പ്രവർത്തനം നിങ്ങൾ തള്ളി പറയുകയാണ്. ഈ സുനീർ എന്നുള്ളയാൾ ഈ സുനീർ എന്നുള്ളയാൾ SDPI കാരനാണോ അല്ലയോ? ഈ പരാതി കൊടുത്ത് അമ്പലം പൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ള സുനീർ SDPI കാരനാണോ അല്ലയോ? എന്റെ അഭിപ്രായത്തിൽ ഞാനത് SDPI കാരനാണ്. ഞാൻ അറിയില്ല ഈ വിഷയത്തിൽ, എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. ഞാനിപ്പോ പിന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തന ബാധയിലാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു അമ്പലം പിന്നെ അവിടെ വഴി അടയ്ക്കണമെന്നോ അവിടെ അതിന് ബ്ലോക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോ അതിനൊരു സമയമില്ല യഥാർത്ഥത്തില്. മറ്റൊന്ന് പ്രവർത്തനം ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനതാണ് നിങ്ങളുടെ ആദ്യം ചോദിച്ചത്, SDPI ഏതെങ്കിലും അർത്ഥത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? അതിന്റെ സുനീർ എന്നുള്ള SDPI പ്രവർത്തകനാണ് പരാതി കൊടുത്തത്. അതാണ് അത് താങ്കൾ പറയുന്നു SDPI അങ്ങനെ സംസ്ഥാന തലത്തിൽ ആലോചിച്ച് അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല SDPI, രഹസ്യമായിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു പ്രവർത്തകനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നു. ഇത് പതിവാണ് എന്നുള്ളതിനാണ് ഒരു 3-4 ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞതും. SDPI രഹസ്യമായി പ്രവർത്തിക്കുന്നതിന് എന്ത് നിങ്ങൾ ഏത് അർത്ഥത്തിലാ പറയുന്നത്? SDPI പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? അഞ്ചാമതൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു. എനിക്കെതിരെ മതനിന്ദ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ കേസ് കൊടുത്തത് പോലും നിങ്ങൾ SDPIയുടെ ഒരു പ്രവർത്തകൻ, ഈ ഈരാറ്റുപേട്ട ഭാഗത്തുള്ള ഒരു ചങ്ങാതി ഒരു ഹിന്ദു നാമധാരിയെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്ന രീതിയിലാണ് കൊടുപ്പിച്ചത്. കാരണം എന്താണ്? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്നതായിരുന്നു. പക്ഷെ നമ്മളത് കണ്ടെത്തി. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ പോലീസുകാരും നിങ്ങളുടെ ഇതിന്റെ ഉള്ളിലല്ല, അല്ലാതെയും കുറച്ച് ബോധമുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് പോലീസുകാരായിട്ട്. അവർ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തിയിരുന്നത് ആരാണ് അതിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളത്. ആ കേസിനൊക്കെ നമ്മൾ ഊരി പോരുകയും ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാ തരികടയും നമുക്ക് അറിയാം. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടെന്ന് പറയുന്നതിന്റെ കാരണം പോലും നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റിൽ ഉണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഇത് കാണാതിരിക്കുന്നത് എന്താ? നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ സാധനം, ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ ഓരോ ദിനവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ എന്താണെന്നുള്ളത് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാപട്യമാണ്, അടിമുടി, ഇതുപോലെയുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യമല്ലേ? ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബാന്ധവം നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ എത്ര സ്വത്ത് ഇതുപോലെ കണ്ടുകെട്ടേണ്ടി വരുന്നു. നിങ്ങളുടെ നേതാക്കൾക്ക് അവിടെ നിന്ന് ജാമ്യം പോലും നിഷേധിക്കുന്നു. എന്തിന്റെ പേരിൽ? ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ പേരിൽ തന്നെ, നിങ്ങൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ പേരിൽ തന്നെ. എന്നിട്ട് നിങ്ങൾ അതിനെ അറിയില്ല, ഞാനൊന്നും കണ്ടില്ല. നിങ്ങൾ സത്യത്തിൽ എനിക്ക് നിങ്ങളൊരു സഹതാപമാണ് തോന്നുന്നത്. നിങ്ങൾ ആരോ നിങ്ങളെ ആരിഫ് എന്ന് പറയുന്ന സംഘി അങ്ങനെ സഹതാപിക്കണ്ട. ഈ സംഘപരിവാര RSSകാര് പോലീസ് സേനയിൽ നിറഞ്ഞു കയറി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചർച്ച നടന്ന എന്താ? SDPI ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ വന്നാൽ ഇടതുപക്ഷം ഈസിയായിട്ട് അവരുടെ അനുകൂലമായി നിൽക്കുന്നു എന്നാണല്ലോ. ഇപ്പൊ ആരിഫ് എന്ന് പറയുന്ന ഈ സംഘി തന്നെ പറയുന്നത് എന്താ? അദ്ദേഹം തന്നെ പറയുന്നത് എനിക്കും അനുകൂലമുള്ള ആൾക്കാരുണ്ട്, RSSകാരെ അങ്ങോട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞാലും പറയാണ്. ആരിഫ് എന്ന് പറയുന്ന സംഘി ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ RSS ഏറ്റെടുത്തു.